PM ശ്രീയിൽ പിന്നോട്ടെന്ന സൂചന നൽകിയ മന്ത്രി KM ഷാജി. PM ശ്രീ പദ്ധതി വലിച്ചെറിയേണ്ടത് അറബിക്കടലിലല്ല, അഴുക്കുചാലിലാണ്. ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും കണ്ണൂരിൽ യൂത്ത് ലീഗ് നടത്തിയ ഫ്രീഡം ടോക്ക് പരിപാടിയിൽ KM ഷാജി പറഞ്ഞു. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ആ വകുപ്പിലെ കാര്യം മാത്രം പറയാൻ പാടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കണം എന്താ കാര്യങ്ങൾ, അധികാരം വന്നതുകൊണ്ട് അത് അറബിക്കടലിലല്ല, അതിനപ്പുറത്ത് വേറെ ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ്. എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല, ഞാനത് മാറ്റാനും പോകുന്ന ആളല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നോട്ട് എന്നുള്ള സൂചന, അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രസംഗം, അതാണല്ലോ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അർജുൻ കല്യാട്. നേരത്തെയും ഈ അറബിക്കടൽ പരാമർശമാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPM ലീഗിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം. ഇപ്പോൾ സർക്കാർ ഒരു നിലപാടെടുത്തിരിക്കുന്നു, അത് PM ശ്രീയുമായി മുന്നോട്ട് പോകലാണ്, അങ്ങനെ പോകേണ്ടി വരും എന്ന സൂചനയാണോ അദ്ദേഹം ഈ പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത്? പക്ഷേ തന്റെ നിലപാട് PM ശ്രീക്ക് എതിരാണെന്ന്. തീർച്ചയായിട്ടും PM ശ്രീയുമായി ഉയർന്നു വന്ന വിവാദങ്ങളിൽ നേരത്തെ അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ ഒപ്പിട്ടത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയല്ലാതെ ഈ സർക്കാരിന് മുന്നിൽ, അതായത് UDF സർക്കാരിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല, അല്ലെങ്കിൽ മറ്റു വഴികളില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. അതായത് പുതിയ സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ നേതാക്കളെല്ലാം, UDFന്റെ നേതാക്കളെല്ലാം, മന്ത്രിമാരെല്ലാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു മന്ത്രിസഭാ ഉപസമിതി ഉൾപ്പെടെ UDF സർക്കാരിന്റെ ഭാഗമായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. ആ മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട്, PM ശ്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വിശദമായ രീതിയിലുള്ള പഠനം നടത്തി ഒരു തീരുമാനം എടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ കൂടിയാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് ഒരിക്കൽ കൂടി KM ഷാജി വ്യക്തമാക്കുന്നത്. നേരത്തെ KM ഷാജി ഉൾപ്പെടെ ഈ സമാനമായ നിലപാട്, അതായത് ഈ പറയുന്ന രീതിയിൽ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരു സർക്കാർ അധികാരത്തിൽ ഒപ്പിട്ട ഒരു സർക്കാരിന്റെ തുടർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി മുന്നോട്ട് പോവേണ്ടി വരും എന്നുള്ളൊരു നിലപാടായിരുന്നു KM ഷാജിയുടെ ഭാഗത്ത് ഉൾപ്പെടെ ഉയർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി ഈ പദ്ധതിയെ അതിരൂക്ഷമായി എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത്, അതായത് തെരഞ്ഞെടുപ്പിന്റെ മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നത് PM ശ്രീ എറിയേണ്ടത് അറബിക്കടലിലാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ ഒരു പടി കൂടി കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. അറബിക്കടലിലല്ല, അഴുക്കുചാലിലേക്ക് PM ശ്രീ എറിയണം എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണോ പിന്നോട്ട് പോവുകയാണോ എന്ന ഒരു സൂചന പോലും അദ്ദേഹം ആ പ്രസംഗത്തിൽ നൽകിയിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. കാരണം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ലീഗിന്റെ നിലപാട് PM ശ്രീക്കെതിരാണ്, പക്ഷേ കോൺഗ്രസ് നിലപാട് മറിച്ചാണ് എന്നൊരു സൂചന കൂടി ആ പ്രസംഗത്തിലുണ്ട്. കരാറിൽ ഒപ്പുവെച്ചതിനാൽ പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നേരത്തെ ഷാജി പ്രതികരിച്ചിരുന്നു. അതുകൂടി മനസ്സിലാക്കാനാകുമ്പോൾ ഇപ്പോൾ ലീഗ് പ്രവർത്തകരോടുള്ള പ്രസംഗമല്ലേ ഇപ്പോൾ ഈ ഫ്രീഡം ടോക്ക് എന്ന് പറയുന്ന പരിപാടി അർജുൻ കല്യാട്. അപ്പോൾ പാർട്ടിക്കൊരു നിലപാടുണ്ട്, പക്ഷെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ആ നിലപാടുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണോ പ്രസംഗത്തിൽ? തീർച്ചയായിട്ടും ഒരു തരത്തിൽ അങ്ങനെ തന്നെ നമുക്ക് കരുതാവുന്നതാണ്. കാരണം ഇത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫ്രീഡം ടോക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ വേദിയിലാണ് KM ഷാജി ഈ പ്രസംഗം നടത്തിയത്. തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇതാണ് എന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരോട്, മുസ്ലിം ലീഗിന്റെ അണികളോടൊക്കെ പറയുകയാണ്. കാരണം തങ്ങളുടെ രാഷ്ട്രീയം PM ശ്രീക്കെതിരാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട നിലപാടിൽ തങ്ങൾ ഒരു തരത്തിലും, ആ രാഷ്ട്രീയത്തിൽ തങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം ഈ അണികളോട് പറയുമ്പോൾ കൂടിയും ഈ മന്ത്രിസഭാ ഉപസമിതിയോട് ഉൾപ്പെടെ തീരുമാനം വരാനിരിക്കും ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇതിനകത്ത് ഉൾപ്പെടെ ഇനിയിപ്പോൾ എന്ത് തീരുമാനമായി കഴിഞ്ഞാലും ഇതാണ് തങ്ങളുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടിയും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇതാണ്. ഇതിനകത്ത് അദ്ദേഹം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉപമയുണ്ട്. അതായത് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ടുള്ള മമദാനി ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് തന്നെ നമ്മുടെ ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു ന്യൂയോർക്ക് സിറ്റിയിൽ വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇലക്ഷന് ശേഷം ഈ പറയുന്ന കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ ഈ നെതന്യാഹു ന്യൂയോർക്ക് സിറ്റിയിലേക്ക് എത്തി. പക്ഷേ ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം നടപടികളൊന്നും തന്നെ മംദാനിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിന് ഈ മംദാനി നൽകിയിട്ടുള്ള മറുപടി,
തങ്ങളുടെ രാജ്യത്തെ നിയമം അല്ലെങ്കിൽ തങ്ങളുടെ നിയമ സംവിധാനം അതിൽ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയത്. ചിലപ്പോൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ നിലപാട് സൗമ്യമാക്കുന്നു അല്ലെങ്കിൽ ആക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനർത്ഥം തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് പണയപ്പെടുത്തിയ എന്നല്ല എന്നുള്ള കാര്യം ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ അണികളോട് KM ഷാജി പറയുകയാണ്. ബോധ്യമാകുന്നു എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ PM ശ്രീ എറിയേണ്ടത് അറബിക്കടലിലേക്കല്ല അഴുക്കുചാലിലേക്കാണ് എന്ന് പറയുമ്പോഴും അതുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ സാഹചര്യം വിശദീകരിക്കുക കൂടിയാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ചെയ്തിരിക്കുന്നത്.